ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. 2019 ഒക്ടോബർ 31 ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നു. ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് വിഭജന ബിൽ രാജ്യസഭ പാസാക്കിയത് 2019 ആഗസ്റ്റ് 5-നാണ്. അമിത് ഷായാണ് ബില്ല് അവതരിപ്പിച്ചത്. ജമ്മു കാശ്മീർ ലഡാക്ക് വിഭജന ബിൽ ലോക്സഭ പാസാക്കിയത് 2019 ആഗസ്റ്റ് 6-നാണ്. 2019 ഒക്ടോബർ 30 ജമ്മു കാശ്മീർ സംസ്ഥാനം ഇല്ലാതായി. ശ്രീനഗറാണ് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ തലസ്ഥാനം. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഹൈക്കോടതി ശ്രീനഗറാണ്. നിയമസഭാ കാലാവധി 5 വർഷമാണ്. വൂളാറാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ജമ്മുവിനെയും കാശ്മീരിനെയും വേർതിരിക്കുന്ന തുരങ്കമാണ് ജവാഹർ തുരങ്കം. പീർ പഞ്ചലാണ് ജമ്മുവിനെയും കാശ്മീരിനെയും വേർതിരിക്കുന്ന പർവ്വതനിര. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ശ്രീനഗറാണ്. തട്ലം നദിയുടെ തീരത്താണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത്. സമൃദ്ധിയുടെ നഗരം, ഐശ്വര്യത്തിൻ്റെ നഗരം, സൂര്യൻ്റെ നഗരം എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നത് ശ്രീനഗറാണ്. 1846 മുതൽ 1947 വരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനു കീഴിൽ മഹാരാജാവിൻ്റെ ഭരണത്തിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യമാണ് ജമ്മു കാശ്മീർ. 1846 ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധത്തിലെ വിജയത്തെ തുടർന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കാശ്മീർ താഴ്വര പിടിച്ചടക്കിയത്. യുദ്ധച്ചെലവ് തിരിച്ചുപിടിക്കാൻ ജമ്മുവിലെ ദോഗ്ര ഭരണാധികാരിക്ക് കാശ്മീർ താഴ്വര അമൃത്സർ ഉടമ്പടി പ്രകാരം വിൽക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് ജമ്മു കാശ്മീർ നാട്ടുരാജ്യം നിലവിൽ വന്നത്. ഇന്ത്യ വിഭജന സമയത്ത് മഹാരാജാവ് ഹരി സിംഗ് ഇന്ത്യയോടും പാകിസ്ഥാനോടും ചേരാതെ ഒറ്റയ്ക്ക് നിൽക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിയമനിർമ്മാണ സഭ ഉള്ളത് ജമ്മു ആൻഡ് കാശ്മീരിനാണ്. ജമ്മു ആൻഡ് കാശ്മീരിലെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശം ജമ്മു ആണ്. ഇസ്ലാം ഭൂരിപക്ഷ പ്രദേശം കാശ്മീരുമാണ്. ലഡാക്ക് ബുദ്ധമത ഭൂരിപക്ഷ മേഖലയാണ്. ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ആർട്ടിക്കിൾ 239 അടിസ്ഥാനമാക്കിയാണ് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഭരണം നടക്കുന്നത്. ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് എന്നിവ കേന്ദ്രഭരണം ആയതിനെ തുടർന്ന് ആർട്ടിക്കിൾ 370 റദ്ദാക്കപ്പെട്ടു.